കെജ്രിവാൾ ഭയക്കേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല. കാരണം കെജ്രിവാളിന്റെ ആരോഗ്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ചികിത്സ നൽകാനുള്ള സംവിധാനമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ജയിലുകളിലൊന്നാണ് തിഹാർ ജയിൽ എന്ന് പറയുന്നത്. അതിൽ പല കാര്യങ്ങളും നിങ്ങളെല്ലാവരും ഇതിനകം മെൻഷൻ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അതിൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഇൻസുലിൻ നൽകുന്നില്ല, കെജ്രിവാളിനെ ജയിലിൽ കൊലപ്പെടുത്താൻ ശ്രമം. അങ്ങനെ കെജ്രിവാൾ ജയിലിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്, ഇന്ത്യ മുന്നണിക്കാണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരുന്ന നീക്കം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഭൂലോക മണ്ടന്മാരായിരിക്കും. റാഞ്ചിയിലെ ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇന്ന് സുനിത കെജ്രിവാൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നോടിയായി കണ്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ ഓറിയന്റഡ് അപ്പീലാണ്, ഒരു ഇമോഷണൽ അപ്പീലാണ്. നോക്കൂ, കെജ്രിവാൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തും ഇതേ രീതിയിലുള്ള ഒരു ഇമോഷണൽ ടെയിൽ അതാണ് കെജ്രിവാൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് അഴിമതിക്കെതിരെ. എന്നിട്ടിപ്പോൾ പോയി കിടക്കുന്നത് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തതിനൊന്നുമല്ല, അഴിമതി കേസിലാണ്. അപ്പോൾ കെജ്രിവാളിന്റെ കേസിൽ നോർമലി ജാമ്യം കിട്ടില്ല എന്നുള്ളത് കെജ്രിവാളിന് വ്യക്തമായി അറിയാം. ആകെ കിട്ടാൻ സാധ്യതയുള്ളത് മെഡിക്കൽ ബെയിലാണ്. ആ മെഡിക്കൽ ബെയിലിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്സ് ഉണ്ടാക്കുകയാണ്. അത് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചിട്ടായാലും ഭാര്യ സുനിത കെജ്രിവാളിനെ ഉപയോഗിച്ചിട്ടായാലും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയുന്നു 12 വർഷമായി ഇൻസുലിൻ എടുക്കുന്നയാളാണെന്ന്, ചിലർ പറയുന്നു 22 വർഷമായി ഇൻസുലിൻ എടുക്കുന്നയാളാണെന്ന്, ചിലർ പറയുന്നു 30 വർഷമായി ഇൻസുലിൻ എടുക്കുന്നയാളാണെന്ന്. പലയിടങ്ങളിൽ ഭാര്യ 12 ആണ് പറയുന്നത്, മന്ത്രിയും മറ്റ് നേതാക്കളും ഒക്കെയാണ് ഈ 22 പറയുന്നത്, ചിലയിടങ്ങളിൽ 30 എന്ന് പറയുന്നു. വർഷങ്ങളായി എടുക്കുന്നയാളാണെന്ന് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ടൈപ്പ് 2 പ്രമേഹമാണ്, അതിന് ഇൻസുലിൻ എടുക്കുന്നയാളാണ് എന്നാണ് പൊതുവായി സ്ഥാപിച്ചു കണ്ടത്. തിഹാർ ജയിലിന് പുറത്ത് ആപ്പിന്റെ പ്രതിഷേധം നേരത്തെ നികേഷ് സാറ് സൂചിപ്പിച്ചതുപോലെ കെജ്രിവാൾക്കോ ഇൻസുലിൻ ദോ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസുലിൻ ബോട്ടിൽസ് ഒക്കെ എങ്ങനെയാണ് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതാണ്, അതിന് പകരം അതൊക്കെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം എന്നുള്ളതും നമ്മൾ ഇന്ന് കണ്ടതാണ്. ഗൂഢാലോചനാവാദം ഉയർത്തുന്നത് അതിഷി മെർലേനയാണ്. ആ ഗൂഢാലോചനാവാദം ഇവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഈ സംഭവങ്ങൾ മൊത്തം നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 20 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡി കണ്ടിന്യൂസ് ആയി നടക്കുന്നത് കഴിഞ്ഞ 20 ദിവസമായാണ്. മാർച്ച് 21-നാണ് ED അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 23, അതായത് 2 ദിവസം കൂടി ജുഡീഷ്യൽ കസ്റ്റഡിയുടെ സമയം നിലനിൽക്കുന്നുമുണ്ട്. ഇതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് കൂടി നോക്കാം. തിഹാറിൽ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ വൈദ്യപരിശോധന, അത് ഏത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴായാലും വൈദ്യപരിശോധന നടക്കും, വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പ്രമേഹം അധികരിച്ച് പ്രമേഹം മൂലം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഈ പറയുന്ന 300 വരെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയേനേയും. അല്ലാതെ ഒരു വൈദ്യപരിശോധന നടത്താതെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറയുന്ന കൺസൾട്ടേഷന്റെ കാര്യം, കൺസൾട്ടേഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ CGM, ആ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസറിന്റെ റെക്കോർഡുകൾ, അതുപോലെ തന്നെ കെജ്രിവാളിന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡയറ്റ് ഉണ്ട്. കാരണം പ്രമേഹ രോഗി ആയതുകൊണ്ട് പ്രിസ്ക്രൈബ്ഡ് ഡയറ്റ് അനുസരിച്ച് കൊണ്ടാണ്, അതും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന ആ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഡയറ്റ്, ഒപ്പം കെജ്രിവാൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ, ഇതെല്ലാം ജയിലിലേക്ക് വരുന്ന വേളയിൽ പരിശോധിക്കുകയും അത് കൃത്യമായി തന്നെ എയിംസിന്റെ സ്പെഷ്യലിസ്റ്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. നേരത്തെ ഇവിടെ കോട്ട് ചെയ്തതുപോലെ 20-ാം തീയതി അല്ല നടാടെ എയിംസിനെ ഇക്കാര്യം അറിയിക്കുന്നത്. എയിംസിൽ നിന്നാണ് ഏപ്രിൽ 1-ാം തീയതി ഈ പറയുന്ന ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എയിംസിലെ സ്പെഷ്യലിസ്റ്റുകളാണ് ഈ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ പരിശോധനാ വേളയിൽ ഒരിടത്തും ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ തനിക്ക് അധികരിക്കുന്ന പ്രമേഹമുണ്ടെന്ന് കെജ്രിവാൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങുന്നത് തന്നെ 19-ാം തീയതിയാണ് റൌസ് അവന്യൂ കോടതിയിലേക്ക് ഈ ഹർജിയുമായി വരുന്നത്. അതിനു മുൻപ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന വേളയിൽ എപ്പോഴെങ്കിലും ഇൻസുലിൻ കിട്ടുന്നില്ല, ഇൻസുലിൻ കിട്ടാതെ കൊല്ലാൻ നോക്കുകയാണ്, ആ വാദമൊക്കെ വരുന്നത് ഇതിനു മുൻപ് നടത്തിയ നീക്കങ്ങൾ പാളുമ്പോഴാണ്. 19-ാം തീയതി മുതലാണ്, 2 ദിവസമേ ആയിട്ടുള്ളൂ ഈ ഇൻസുലിൻ വാദം ഉയർന്നു തുടങ്ങിയിട്ടുള്ളത്. ഡോക്ടേഴ്സിനോട് കെജ്രിവാൾ പറഞ്ഞിട്ടുമില്ല, ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുമില്ല. ആദ്യഘട്ട പരിശോധനയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ മാങ്ങാവാദം വരുന്നത്. മാങ്ങ തിന്ന് ഷുഗർ ലെവൽ കൂട്ടുകയാണ് കെജ്രിവാൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള EDയുടെ വാദം. ഒരു മാങ്ങ തിന്നാൽ അങ്ങ് പ്രമേഹം കൂടുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ മാങ്ങ തിന്നാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ തിന്നാൻ പാടില്ല. അത് ആ രോഗി അത്ര 12 വർഷം, ഭാര്യ പറയുന്ന 12 വർഷം നമുക്ക് എടുക്കാം. 12 വർഷമായി ഷുഗർ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിൽ നിന്ന് മാങ്ങ കൊടുത്തുവിടത്തുമില്ല, മാങ്ങ ഒരെണ്ണം പോലും കഴിക്കത്തുമില്ല. ഇതിപ്പോൾ 3 എണ്ണം കഴിച്ചു എന്നാണ് മാഡം പറയുന്നത്. ഞാൻ മാഡത്തിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുകയാണ്. ഇതിലിപ്പോൾ കെജ്രിവാളിന്റെ ഏറ്റവും പുതിയ പ്ലേയിൽ പറയുന്നത് 15 മിനിറ്റ് എനിക്ക് ഡെയിലി ഡോക്ടറെ കാണണം. ആ ഹർജിയിൽ നാളെ കോടതി വിധി പറയാനിരിക്കുമ്പോഴാണ് ഈ വാദങ്ങളെല്ലാം നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഡയബറ്റിക് ആയ കെജ്രിവാളിന് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട 48 മീൽസ്, സാർ പറഞ്ഞ 48 മീൽസിൽ എങ്ങനെയാണ് ഇത്രയും പ്രമേഹം അധികരിക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയാണെങ്കിൽ മാമ്പഴം കൊടുത്തുവിടുമോ, മധുരപലഹാരങ്ങൾ കൊടുത്തുവിടുമോ? അപ്പോൾ അതിൻ്റെ ആ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. എന്തിനാണ് ഈ ഡയറ്റിൽ പ്രമേഹം അധികരിക്കുന്ന ഒരാൾക്ക് ഈ
മാമ്പഴം കൊടുത്തുവിട്ടത്. 3 തവണ ഡയറ്റിന്റെ ഭാഗമല്ലാത്ത മാമ്പഴം, അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 1 പ്രിസ്ക്രൈബ് ചെയ്ത ഡയറ്റിൽ അതിൽ ഒരു റെഫറൻസും ഇല്ല ടു എനി സ്വീറ്റ് ഫ്രൂട്ട്സ് ഓർ സ്വീറ്റ് ഐറ്റംസ്. ഒരു റെഫറൻസും ആ ഡയറ്റിൽ ഇല്ല എന്നുള്ളത് അഡ്വക്കേറ്റ് സുഹൈബ് ഹുസൈൻ കോടതിയെയും വെള്ളിയാഴ്ചത്തെ ഹിയറിംഗിൽ അറിയിച്ചിട്ടുമുണ്ട്. എയിംസിന്റെ ഡയറ്റിൽ പറയുന്നത് ഹോം കുക്ക്ഡ് ഫുഡ് ആണെങ്കിൽ ഈ 1-ാം തീയതി പ്രിപ്പയർ ചെയ്ത ചാർട്ട് അനുസരിച്ച് തന്നെ വേണം. അതിൽ 3 മാമ്പഴം മാത്രമല്ല കേട്ടോ, 4 തവണ അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അഭിഷേക് സിംഗ്വി എന്ന കെജ്രിവാളിന്റെ അഭിഭാഷകൻ തന്നെ വെള്ളിയാഴ്ച കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി സൗരഭ് ഭരദ്വാജ് പറയുന്നത് പോലെ തിഹാറിലിട്ട് കെജ്രിവാളിനെ ഇൻസുലിൻ കൊടുക്കാതെ പീഡിപ്പിച്ച് കൊല്ലാനൊന്നും ആരും നോക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനിടയിൽ ഡോക്ടർ കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇൻസുലിൻ ഈ അതിഷീമർലേനെയൊക്കെ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരേണ്ട, അത് കൃത്യമായി ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന സംവിധാനം തിഹാർ ജയിലിന്റെ ഡിസ്പെൻസറിയിലുണ്ട്. തിഹാർ ജയിലിന്റെ സംവിധാനങ്ങളിൽ ഇതൊക്കെ ഉൾപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കെജ്രിവാളിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് അതുകൂടി പറഞ്ഞു പോകണം. കെജ്രിവാളിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, ലാസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് RML ആശുപത്രിയിലേതാണ്. ഡൽഹിയിലെ പ്രശസ്തമായ RML ആശുപത്രിയിലാണ് കെജ്രിവാളിന്റെ ലാസ്റ്റ് കൺസൾട്ടേഷൻ മെഡിക്കൽ റെക്കോർഡ്സ് കിടക്കുന്നത്. അവിടെ കെജ്രിവാൾ വാസ് neither advised any insulin nor any requirement of any insulin was indicated. ആ ലാസ്റ്റ് മെഡിക്കൽ റെക്കോർഡ്സിലും അതില്ല. അപ്പോൾ 12 വർഷമെന്ന് ഭാര്യ പറയുന്നത് ഞാനും വിശ്വാസത്തിലെടുക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ കാര്യത്തിൽ കള്ളം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ കെജ്രിവാളിനെ ഇതുവരെ പരിശോധിച്ചില്ല എന്നൊരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ശരിയല്ല. ഏപ്രിൽ 10-ാം തീയതിയും 15-ാം തീയതിയും മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് വന്ന് കെജ്രിവാളിന്റെ ഹെൽത്ത് റിവ്യൂ നടത്തിയിട്ടുണ്ട്. പിന്നെ ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് സ്പെഷ്യലിസ്റ്റ് ആവശ്യമെങ്കിൽ കൊടുക്കാമെന്ന അഡ്വൈസും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിന് ഈ ഇൻസുലിൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് ആയാലും മതി. അതാണ് അവിടെ വന്ന മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ മാങ്ങ കഴിപ്പ് തുടങ്ങിയത്. മാങ്ങ, മധുരം അതെല്ലാം കഴിച്ച് ഈ മെഡിക്കൽ ബെയിലേക്ക് എത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. പിന്നെ മാങ്ങ മാത്രമാണ് ഇതുവരെ കൊടുത്തുവിട്ട 48 മീൽസിൽ. അത് മാത്രമല്ല, പഴങ്ങൾ ഉണ്ടായിരുന്നു, ഫ്രൂട്ട് ചാറ്റ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് ഫുഡ് ഉണ്ടായിരുന്നു, നംകീൻ ഉണ്ടായിരുന്നു, ഭുജിയ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മധുരമുള്ള ചായയും പൂരി, ആലു പിക്കിൾ ഇതെല്ലാം എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രൗണ്ട്സിലുള്ള ബെയിലാണ്. നോർമൽ വെയിൽ പോയാൽ ബെയിൽ കിട്ടില്ല എന്നറിയാം. പിന്നെ 20-ാം തീയതിയിലെ മെഡിക്കൽ ആവശ്യത്തിനായി അയച്ച ഓഫീസ് ഓഫ് ദ ഡയറക്ടർ ജനറൽ പ്രിസൺസ് അയച്ചിരിക്കുന്ന സർക്കുലർ, അതാണല്ലോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തിക്കാട്ടുന്നത്. 20-ാം തീയതിയാണ്. 19-ാം തീയതി കോടതിയിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി ഇത് ഉറപ്പാക്കണം. കാരണം 10-ാം തീയതിയിലെയും 15-ാം തീയതിയിലെയും മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ ഹെൽത്ത് റിവ്യൂവിന്റെ റെക്കോർഡേ തിഹാർ ജയിലിന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് 20-ാം തീയതി അവർ വീണ്ടും M. ശ്രീനിവാസ് എന്ന എയിംസിന്റെ ഡയറക്ടർക്ക് കത്തയക്കുകയാണ്. അതിൽ പറയുന്നത് ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ദാറ്റ് കൈൻഡ്ലി അപ്പോയിന്റ് എ സീനിയർ endocrinologist or diabetologist to Tihar Jail number 2 for a under trial prisoner Arvind Kejriwal for consultation of his blood sugar or insulin dependency on priority basis. അതായത് ഇൻസുലിൻ ആവശ്യമുണ്ടോ എന്ന് കോടതിയിൽ ഈ കാര്യമാണല്ലോ പ്ലീ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം, കൃത്യമായി അക്കാര്യത്തിൽ വെരിഫിക്കേഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് അയച്ചിരിക്കുന്നത്. അല്ലാതെ തിഹാറിൽ വന്ന് പരിശോധിച്ചിട്ടില്ലേ എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ തിഹാർ ജയിലിലുണ്ട്. പിന്നെ ശനിയാഴ്ച ഇത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. 40 മിനിറ്റ് പരിശോധനയിൽ ഇൻസുലിൻ അഡ്വൈസ് ചെയ്തിട്ടില്ല. നിലവിലെ മരുന്നുകൾ കഴിക്കാനാണ് ആ 40 മിനിറ്റ് പരിശോധനയിലും അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ് വേർ ഇസ് ദ നീഡ് ഓഫ് ഇൻസുലിൻ? അപ്പോൾ ഈ ഇൻസുലിൻ വാദം എന്ന് പറയുന്നത് പൊള്ളയായ വാദമല്ലേ? കൃത്യമായി ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ അവിടെയുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും ഇൻസുലിൻ വേണോ എന്നുള്ളത് ഈ പറയുന്ന 20-ാം തീയതിയിൽ അയച്ച ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പരിശോധിച്ചിട്ടും വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ടും കെജ്രിവാൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇൻസുലിൻ വേണ്ട ആവശ്യകതയുണ്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ കെജ്രിവാൾ ഭയക്കേണ്ടതില്ല. കെജ്രിവാൾ ഈ നുണ പറയുന്ന ആളുകളെ, പുറത്തുള്ള തൻ്റെ സംഘാംഗങ്ങളെ ഒന്ന് നിയന്ത്രിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. അത് നേരത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ആരാണ്, ഏത് ആശുപത്രിയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനും ഒരു പ്രയാസവുമില്ല. RML ആശുപത്രിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് അനുസരിച്ച് കെജ്രിവാൾ ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടാകാം, പക്ഷേ അറ്റ് പ്രസന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല എന്നുള്ളതാണ് വസ്തുത. ഈ ജയിലിൽ വിദഗ്ധ ഡോക്ടർമാരുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എയിംസിലെ ഡോക്ടർമാരുമായി 40 മിനിറ്റ് കൺസൾട്ടേഷൻ നടത്തേണ്ട സാഹചര്യം എങ്ങനെയാണ്? എയിംസിലെ ഡോക്ടർമാർക്ക് ഇവിടെ നിന്ന് തിഹാർ ജയിൽ അധികൃതർ കത്ത് അയക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് വന്നത് ഇത്രയും 20 ദിവസത്തിന് ശേഷം? ഇത് കോടതിയിൽ വന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ എയിംസിൽ നിന്നും സ്പെഷ്യലിസ്റ്റ് ഇൻസുലിൻ ആവശ്യമുണ്ടോ, ഇൻസുലിൻ അല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓറൽ ആന്റി ഡയബറ്റിക് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഇൻസുലിനിലേക്ക് മാറേണ്ടതുണ്ടോ അത് പറയേണ്ടത് ഏറ്റവും വിദഗ്ധനായ ഡോക്ടറാണ്. ഏറ്റവും വിദഗ്ധനായ ആളെ തന്നെ വിളിക്കുന്നതിനാണ് ഈ റിക്വസ്റ്റ് ലെറ്റർ. ആ റിക്വസ്റ്റ് ലെറ്റർ ഞാൻ വായിച്ചല്ലോ. അതിൽ എന്താണ് പറയുന്നത്? ഇൻസുലിന്റെ ആവശ്യകതയുണ്ടോ ഫോർ കൺസൾട്ടേഷൻ ഓഫ് ഹിസ് ഇൻസുലിൻ ഡിപെൻഡൻസി ഓൺ പ്രയോറിറ്റി ലെറ്റർ പോയിരിക്കുന്നത് സുനിത ആവശ്യപ്പെട്ട പ്രകാരം. അത് ഹർജി പോയപ്പോഴാണ്. അതുവരെ ഇൻസുലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കെജ്രിവാളിനെ 10-ാം തീയതിയും 15-ാം തീയതിയും പരിശോധിച്ചു
പരിശോധിക്കുമ്പോൾ കേജ്രിവാളും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഒരു രോഗിയാണെങ്കിൽ മാഡം എനിക്കല്ലേ അറിയാവുന്നത്, എൻ്റെ അസുഖത്തെക്കുറിച്ച് കൂടുതലായി പുറത്തു നിൽക്കുന്ന ആൾക്കല്ലല്ലോ. അപ്പോൾ ഞാൻ പറയണമല്ലോ എനിക്ക് ഇന്ന കാര്യം ആവശ്യമുണ്ട്, ഇന്ന ശരി, മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ മുന്നിൽ വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ ആവശ്യപ്പെട്ട് കൊടുക്കാത്ത ഒരു സാഹചര്യം മുന്നിലുണ്ടായിരുന്നു. ഈ കേജ്രിവാള് മാങ്ങ തിന്നുന്നുണ്ട്, ആലുപൂരി തിന്നുന്നുണ്ട്, അതുപോലെ തന്നെ ഈ Meet the editors.